ജീവിതത്തിൽ അടുത്ത തലങ്ങളിലേക്ക് നയിക്കാൻ പറ്റുന്ന പല ഓപ്പർച്യൂണിറ്റികളും മുന്നിൽ വന്ന് നിന്നിട്ടും മടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ ബാധിച്ചെന്ന് വരാം. ഇത് ആക്ച്വലി ആയിട്ട് ഉണ്ടായ ഒരു സംഭവമാണ്. എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകും. അവിടെ ഞങ്ങൾ സംസാരിക്കുന്നു. ആ സമയത്ത് സ്റ്റെയർ കേസിന്റെ താഴെയായിട്ട് ഒരു മനോഹരമായിട്ടുള്ള നായ അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിങ്ങനെ കിടക്കുന്നത് മാത്രമല്ല, അത് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. ഒരു ചെറിയ ശബ്ദം, ഇങ്ങനെ ഒരു ചെറിയ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് ഞാൻ ഏകദേശം ഒരു 45 മിനിറ്റോളം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ഈ ഫുൾ ടൈം ഈ നായ ഈ എന്നുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നു. കുരയ്ക്കല്ല, ഒരു തരം ശബ്ദം. കുറച്ചു നേരം കഴിയുമ്പോൾ കൗതുകമായി എനിക്ക്. ഞാനപ്പോ എന്റെ സുഹൃത്തിനോട് ചോദിച്ചത് എന്താണ് ഈ ഇങ്ങനെ കരച്ചോണ്ടിരിക്കുന്നത്, കരച്ചിൽ പോലെയാണ്. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു, ആക്ച്വലി അതൊരു ആണിയുടെ മുകളിലിരിക്കുന്നത്. ആണിയുടെ മുകളിൽ എങ്കിൽ പിന്നെ അതിന് എണീറ്റ് പോയിക്കൂടെ? അല്ല, അതിന് മാത്രമുള്ള വേദനയില്ല, അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങളും ഇരിക്കുന്ന ഇതുപോലെ ആണിയുടെ മുകളിലായിരിക്കും. വേദന ഉണ്ടോന്നും ചെറിയ വേദന ഉണ്ട്, എന്നാൽ അങ്ങോട്ട് എണീറ്റ് പോകാനുള്ള വേദന ഇല്ല. അവിടെയും ഈ ഒരു മുരൾച്ച കേട്ടെന്ന് വരാം. ഈ മുരൾച്ചയുടെ ശബ്ദം വ്യത്യസ്തം ഉണ്ടാവും, അല്ലെങ്കിൽ സ്വരം വ്യത്യാസമായിരിക്കും. ഒന്നും ശരിയാവുന്നില്ല, ജീവിതത്തിൽ ഒന്നും കഷ്ടപ്പാട് തന്നെ. ഈ ജോലി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ എത്ര നാളാണെന്ന് പറഞ്ഞു ഇത് തന്നെയല്ലേ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ ഒരു പ്രതിവിധി? ആണി കുറച്ചൊന്ന് ആഴത്തിലൊന്ന് കയറി കഴിഞ്ഞാൽ, പെയിൻ ഒന്ന് ഇന്റൻസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ഷനിലേക്ക് മൂവ് ചെയ്യും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ആക്ഷനുകളും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ ഈവൻ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. നമുക്കുള്ള ഒരു ചെറിയ കംഫോർട്ട് ഉണ്ടാവും. അതൊരു പെയിൻ ആയിരിക്കാം, പക്ഷെ അത് പെയിൻ ആണോ വെച്ചാൽ അല്ലതാനും അതിനും മാത്രം എണീറ്റ് പോകാനുള്ള വേദന ഇല്ലതാനും. അതുകൊണ്ട് നമ്മൾ അതിന്റെ മുകളിൽ തന്നെ ഇരുന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ കുറച്ചുകൊണ്ടിരിക്കും. കുറയ്ക്കാന്നല്ല, ഈ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവിതത്തിലുള്ള ഇപ്പോൾ ഉള്ള നിലവിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മുഴുവൻ പരാതി പറഞ്ഞു, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പരാതി പറഞ്ഞ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞു, ഇങ്ങനെ ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വലിയ അവസരങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ പെയിനെ ഒന്ന് ഇന്റൻസിഫൈ ചെയ്യണം.